ആറ്റുനോറ്റിരുന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിച്ച BJP ഇപ്പോൾ ആകെ ഒരു വൈതരണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഭരണം തുടങ്ങിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ലെങ്കിലും ഓരോ ദിവസവും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിന് ആധാരമായിട്ടുള്ള സംഭവം ഈ കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയമായി ഒരു കാര്യം കാണേണ്ടത് 40 വർഷത്തിലേറെയായി ഭരണത്തിലിരുന്ന CPM-നെ പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP നേടിയെടുത്തത്. ആ ഭരണം നേടിയെടുത്തപ്പോൾ അതിനുള്ള അമിതമായ ഉത്സാഹത്താൽ വൻകിട പദ്ധതികളൊക്കെ ഇവിടെ പ്രഖ്യാപിക്കും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്ന് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നടത്തിയാണ് അധികാരത്തിൽ കയറി ഇപ്പോൾ ഭരണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാണേണ്ട ഒരു പ്രധാനമായ സംഗതി, ഈ ഒരു ഭരണമാറ്റത്തിൽ ഒട്ടും തൃപ്തരല്ലാത്ത കക്ഷികളാണ് പ്രധാനമായും പ്രതിപക്ഷ ഭാഗത്തുള്ളത്. അതിൽ മുഖ്യ സ്ഥാനത്ത് ഇരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ BJP ഭരണത്തെ ഓരോ ദിവസവും അസ്വസ്ഥമാക്കാൻ ബോധപൂർവമായ കണക്കുകൂട്ടലുകളും പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? മുൻകാലങ്ങളിലൊക്കെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാലിന്യ നിർമ്മാർജ്ജനം അതിവേഗത്തിൽ ഏതാണ്ട് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനകം തിരുവനന്തപുരം നഗരമാകെ സംശുദ്ധമാക്കുന്ന ഒരു ശുചീകരണ പ്രക്രിയ നടത്തിയിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത്, ഈ പുതിയ BJP സംവിധാനം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഉണ്ടായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ ആകെ താളം തെറ്റി. എന്തിനു പറയട്ടെ, ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തെരുവുകളിൽ പോലും മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടി 2 ദിവസത്തിലധികം കിടക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്തെ പൊതുസമൂഹം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായി തിരുവനന്തപുരത്തിന്റെ ഒരു ശക്തനായ പ്രതിനിധി എന്ന് എപ്പോഴും രാവും പകലും ഇടവിടാതെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ആകെ അസ്വസ്ഥനായി. അദ്ദേഹമാണല്ലോ തിരുവനന്തപുരം നഗരത്തിന്റെ ഏതാണ്ട് കിരീടമില്ലാത്ത രാജാവായി എല്ലാ കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉടനടി പരാതി കിട്ടിയപ്പോൾ RDOയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിച്ചു. RDO അന്വേഷണം നടത്തി അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നുമില്ല, വൈകാതെ അവിടെ ഇവിടെയുള്ള മാലിന്യങ്ങൾ മാറ്റും എന്നൊക്കെ അദ്ദേഹം ആഫീസിൽ ഇരുന്നുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകി. മന്ത്രിക്ക് മനസ്സിലായി ഇത് ഒരു കപട റിപ്പോർട്ടാണ്. മാലിന്യം കിടക്കുന്ന സ്ഥലങ്ങളൊന്നും പോയി സന്ദർശിക്കാതെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് ജില്ലാ കളക്ടറോട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ നടക്കുമ്പോഴും ആരാധ്യനായിട്ടുള്ള മേയർ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, നഗരമാകെ ശുദ്ധിയാണ്, എല്ലാ കാര്യങ്ങളും ചിട്ടയായി നടക്കുന്നു, കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ RDOയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹവും അസ്വസ്ഥനായി. തുടർന്ന് ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇതിനകത്ത് ഇടപെട്ടപ്പോൾ കൂടുതൽ അസ്വസ്ഥനായി. അദ്ദേഹം, മേയർ അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ വേദിയാണ് എന്ന് മണത്തറിഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കളക്ടറുടെ റിപ്പോർട്ട് കൂടെ കിട്ടിയപ്പോൾ കൂടുതൽ അസ്വസ്ഥനായി. കാരണം കളക്ടർ റിപ്പോർട്ട് ഈ മേയറുടെ പ്രസ്താവനകൾക്കൊക്കെ വിരുദ്ധമായിരുന്നു. കളക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം കാര്യക്ഷമമായി നടന്നില്ല എന്ന് തിരുവനന്തപുരത്തിന്റെ കളക്ടർ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആകെ പുലിവാലായി. ഇപ്പോൾ മേയർ പ്രതിരോധത്തിലാണ്. മേയർ പ്രതിരോധത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിയും പ്രതിരോധത്തിലായി.
വലിയ വലിയ വാഗ്ദാനങ്ങളുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന് വൻകിട പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടും തുടക്കത്തിലെ കല്ലുകടി ഉണ്ടായപ്പോൾ അവരാകെപ്പാടെ പാർട്ടി പൊതുവെയും പാർട്ടിയിലെ കൗൺസിലർമാർ പ്രത്യേകിച്ചും അസ്വസ്ഥരാണ് എന്നതാണ് ഈ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് കാണേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ദശാബ്ദത്തിലേറെയായി തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരോട് ഒട്ടി നിന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കോർപ്പറേഷനിൽ 90%-ലധികം ആളുകൾ. അതിനകത്ത് പിൻവാതിലൂടെ നിയമനം തെറ്റിയ 100 കണക്കിന് ആളുകളുണ്ട്. ശുചീകരണ തൊഴിലാളികൾ, ദിവസവേതനത്തിൽ പ്രവർത്തിക്കുന്നവർ, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, അതെല്ലാം പാർട്ടി ഓഫീസിൽ നിന്ന് കുറിപ്പടിയുടെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചവരാണ്. അവരൊക്കെ സംഘടിതമായി പ്രകടമായിട്ടല്ലെങ്കിലും ഇപ്പോഴുള്ള ഭരണഘടനത്തെ അസ്വസ്ഥമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രതികാരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന 4-5 വർഷക്കാലം ഇവിടെ ഈ ഭരിക്കുന്ന കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്ന BJPയോട് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതിൻ്റെ ഒരു സൂചനയായി കൂടി വേണം ഇതിനെ കാണാൻ. ഇപ്പോഴും പുതിയ മേയർ ശ്രീ VV രാജേഷിന് കോർപ്പറേഷന്റെ ഭരണം പൂർണ്ണമായി തന്റെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും തെരുവുകളൊക്കെ കയ്യേറി ധാരാളം അനധികൃത സ്ഥാപനങ്ങളും കടകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരുവനന്തപുരം നഗരത്തിലെ അനധികൃതമായ ഫ്ലെക്സ് ബോർഡുകളുടെ വ്യാപനത്തെ സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തുകയും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ BJP തന്നെ സ്ഥാപിച്ചതിന്റെ പേരിൽ അവർക്ക് ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരികയും ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപയാണ് പെനാൽറ്റി അടിച്ചത്, കൊടുത്തിട്ടില്ല. അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കോടതി ഒരു പാർട്ടിക്കും കീഴ്പ്പെട്ട് നിൽക്കുന്നതല്ല, മറിച്ച് രാജ്യത്ത് നിയമ സംരക്ഷണം ഉറപ്പാക്കുന്ന ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കുന്ന കോടതികൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ, പുറപ്പെടുവിക്കുന്ന വിധികൾ അക്ഷരം പ്രതി പാലിക്കാൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തൂടെ നിയമം ലംഘിക്കുകയും മറുഭാഗത്തൂടെ ഞങ്ങളുടെ ഭരണമാണ് കേന്ദ്രത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുമെന്നുള്ള ധാർഷ്ട്യം കാണിക്കുകയും ചെയ്യുന്നത് BJPക്ക് ഉചിതമല്ല. അതുപോലെ തന്നെ ന്യായമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ഭരണ സംവിധാനത്തെ ഏതെങ്കിലും തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞ് സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർക്ക് എല്ലാ ദിവസവും ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ അസ്വസ്ഥരാക്കുന്നതും ഒരു രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല. അക്കാര്യത്തിൽ CPM കുറെ നിയന്ത്രണം പാലിക്കണം. പ്രതിപക്ഷത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിഷയാടിസ്ഥാനത്തിൽ എതിർക്കേണ്ടടുത്ത് എതിർക്കുകയും തിരുവനന്തപുരം നഗരത്തിന് പ്രയോജനകരമായ രീതിയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചു കാണുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ ശുദ്ധജല വിതരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ദിവസം തോറും ഓരോരോ സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടുകയാണ്. എന്തൊരു കഷ്ടമാണ്. പാവപ്പെട്ട ആളുകൾ ഈ പറയുന്ന കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പൈപ്പുകൾ പൊട്ടുമ്പോൾ 8-10 ദിവസവും ചില പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല. ഇവിടെ മേയർക്ക് 40 ലക്ഷം രൂപയുടെ കാറും കൊടിവെച്ച സംവിധാനങ്ങളും ഉണ്ട്. കൗൺസിലർമാർക്കെല്ലാം പ്രത്യേകിച്ച് അലവൻസ് ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നുമില്ലാതെ, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. എന്തോന്നാണ് ഈ ഭരണം? ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. അത് ആര് ഭരിച്ചാലും. ഇത് BJP വന്നതുകൊണ്ട് ഉണ്ടായ പൈപ്പ് പൊട്ടലല്ല. ഇത് CPM ഇരുന്ന കാലത്തും തിരുവനന്തപുരം നഗരത്തിലെ ശുദ്ധജല വിതരണം സമഗ്രമായി അഴിച്ചുപണിയാൻ ആർജവം കാട്ടുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ സാധ്യമുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള സംവിധാനം മെച്ചപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചാൽ കുടിവെള്ളം കിട്ടത്തില്ല.
കുടിവെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് പരിഹാര ക്രിയകൾ കണ്ടെത്തണം. ഇവിടെ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന എഞ്ചിനീയർമാരുണ്ടല്ലോ, ശുദ്ധജല വിതരണത്തിലൂടെ ഒരു മന്ത്രിയുണ്ടല്ലോ. ഇവർക്കൊക്കെ എന്താണ് തൊഴിൽ? സാധാരണക്കാരന് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. ഈ അധികാര കസരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കരുത്. എന്താണ് ഓരോ സ്ഥലത്തെയും ദയനീയമായ അവസ്ഥ? ആശുപത്രികളിൽ കുടിവെള്ളമില്ല, സാധാരണ ആളുകൾ താമസിക്കുന്ന കോളേജുകളിൽ കുടിവെള്ളമില്ല, വസ്ത്രം കഴുകാൻ വെള്ളമില്ല, പാത്രം കഴുകാൻ വെള്ളമില്ല, ഹോട്ടലുകളിൽ വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശുചീകരണം നടത്തും? സാംക്രമിക രോഗം പരക്കാൻ പോകുന്ന ഭീതിയിലാണ് ജനങ്ങൾ എന്നുകൂടെ ഇവിടെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടികൾ തമ്മിലുള്ള ചക്കളാത്തി പോരാട്ടം അവസാനിപ്പിച്ച് കാര്യക്ഷമമായി ശാസ്ത്രീയമായി ഭരണം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി തങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനുള്ള ആർജവവും തൻ്റെടവും കാണിക്കണം. പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷം അഭിപ്രായങ്ങൾ പറയുമ്പോൾ വസ്തുനിഷ്ഠമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. ഭരണകക്ഷിയാണെങ്കിൽ പുതിയ മേയറിന് ഭരണപരമായിട്ടുള്ള ഒരു പരിചയമില്ല എന്നുള്ള ഒരു ന്യൂനതയുണ്ട്. എന്നാലും അദ്ദേഹം ഒരു അഭിഭാഷകനുമൊക്കെയാണ്, ഒരു ദീർഘകാലം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധം പുലർത്തി പഠിക്കേണ്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ധൈര്യവും ആർജവവും കാട്ടിയാൽ പ്രശ്നങ്ങൾ നല്ല ഒരളവ് വരെ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നാണ് പൊതുസമൂഹം കരുതുന്നത്. അത് വൈകിയാൽ തിരുവനന്തപുരത്തെ 10 ലക്ഷത്തിലധികം നിവാസികൾ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങും. അത് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് ഇതിനകത്തു നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള വലിയ പാഠം.